തമ്മിലടിച്ചും കുതുകാൽ വെട്ടിയും കഴിയുന്ന BJPയെ കൈവിടാനാണ് സഖ്യകക്ഷിയായ BDJSന്റെ നീക്കം. BJPയെക്കുറിച്ച് വെള്ളാപ്പള്ളി നടേശൻ തന്നെ അലവലാതി പാർട്ടി എന്ന് അഭിസംബോധന ചെയ്തത് രാഷ്ട്രീയ കേരളം ഒരുപാട് ആഘോഷിച്ചതാണ്. അതിനു പിന്നാലെയാണ് ഇപ്പോൾ NDA വിടണമെന്ന പ്രമേയവും BDJS പാസാക്കിയിരിക്കുന്നത്. കോട്ടയം ജില്ലാ നേതൃ ക്യാമ്പിലാണ് ഐക്യകണ്ഠേന പ്രമേയം പാസ്സായത്. NDAയിൽ തുടരേണ്ട ആവശ്യമില്ലെന്നും മറ്റു മുന്നണികളിലുള്ള സാധ്യത സംസ്ഥാന അധ്യക്ഷൻ പരിശോധിക്കണമെന്നുമാണ് പ്രമേയം. കഴിഞ്ഞ 9 വർഷക്കാലമായി BJPയുമായും ദേശീയ ജനാധിപത്യ മുന്നണിയുമായും ശക്തമായ സഖ്യകക്ഷിയായി നിന്നിട്ട് BDJSന് അർഹമായ പരിഗണനകളോ അധികാരങ്ങളോ നൽകാത്ത സാഹചര്യത്തിൽ BJPയുമായും NDAയുമായിട്ടുള്ള സഖ്യം വിടുന്നതിനും ആവശ്യമായ മുന്നണി ചർച്ചകൾ ബന്ധം സ്ഥാപിക്കുന്നതിനും പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനെ പൂർണ്ണമായി ചുമതലപ്പെടുത്തുന്നു എന്നൊക്കെയാണ് പ്രമേയത്തിൽ പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പോടെ കൂടുതൽ ശക്തി പ്രാപിക്കുമെന്ന് അവകാശപ്പെട്ടിരുന്ന NDA പലയിടത്തും തകർന്നടിഞ്ഞത് നമ്മളെല്ലാം കണ്ടതാണ്. ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടാൻ സാധിക്കാതെ BJP വിയർത്തു. കേവല ഭൂരിപക്ഷത്തിന് വേണ്ട 272 സീറ്റ് പോലും കിട്ടാത്ത BJP ഇപ്പോൾ രാജ്യം ഭരിക്കുന്നത് തന്നെ സഖ്യകക്ഷികളുടെ അനുകമ്പയോടെയാണ്. അതിൽ നിന്ന് പോകുന്ന ഒരു സഖ്യകക്ഷിയും BJPക്ക് ചെറുതുമല്ല. കേരളത്തിലൊന്ന് മര്യാദയ്ക്ക് നിവർന്നു നിൽക്കാൻ പോലും കഴിയാതെയാണ് ഈ താൻ പോരായ്മ കൊണ്ട് പാർട്ടി വിഭജിക്കാനും BJP ശ്രമിക്കുന്നത്. BDJS പരസ്യമായി പ്രമേയം പാസാക്കുകയും അതുവഴി BJP കൂടുതൽ ദുർബലമാകുകയും ചെയ്യുന്ന കാഴ്ച വിദൂരമല്ല.